എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 8ാമത്തെ സർഗത്തിലെ 39, 40, 41 എന്നീ 3 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. 3 ശ്ലോകങ്ങളുടെയും അന്വയം വരുന്നത് അത് തൊട്ടു മുമ്പ്, അതായത് 38ാമത്തെ ശ്ലോകത്തിൽ ശൗരേഹ പദം ദദർശ, ശൗരിയുടെ പദം കണ്ടു എന്നുള്ള രീതിയിൽ അത് കൂട്ടിച്ചേർത്ത് പറയണം. 39ാമത്തെയും 40ാമത്തെയും 41ാമത്തെയും ശ്ലോകങ്ങൾ ഒക്കെ ആ ശൗരിയുടെ പദത്തിൻ്റെ വിശേഷണങ്ങളായിട്ടാണ് ഓരോരോ വാക്കുകൾ വരുന്നത്. അങ്ങനെയൊക്കെയുള്ളതായ ശൗരിയുടെ പദം അല്ലെങ്കിൽ അമ്പാടി കണ്ടു എന്ന് വർണ്ണിക്കണം. അപ്പോൾ ഇങ്ങനെ കൂട്ടത്തിൽ എഴുതുന്നതിനെ സംഘാതമെന്നോ കുളകമെന്നൊക്കെ പറയാറുണ്ട്. കുറേ ശ്ലോകങ്ങൾ ഒരുമിച്ച് അന്വയിക്കുന്നത്. 3 ശ്ലോകങ്ങളിലും അനുഷ്ടുപ്പ് വൃത്തം തന്നെയാണുള്ളത്. നമുക്ക് ആദ്യം 39ാമത്തെ ശ്ലോകം നോക്കാം. അപരിജ്ഞാതകാർപ്പണ്യൈരജ്ഞാതപരുഷാക്ഷരൈഃ അവിജ്ഞാതമൃഷാലാപൈഃ പൂരിതം പുരുഷർഷഭൈഃ. പദച്ഛേദം പറയാം. അപരിജ്ഞാതകാർപ്പണ്യൈഃ അജ്ഞാതപരുഷാക്ഷരൈഃ അവിജ്ഞാതമൃഷാലാപൈഃ പൂരിതം പുരുഷർഷഭൈഃ. അപ്പോൾ ഇവിടെ ക്രിയാപദങ്ങളൊന്നും വന്നിട്ടില്ല. അത് തൊട്ട് മുമ്പേ ഉള്ളതായ 38ാമത്തെ ശ്ലോകത്തിൽ നിന്ന് നമ്മൾ കൂട്ടിച്ചേർത്ത് എടുക്കേണ്ടതാണ്. ഇവിടെ അർത്ഥം പറയാം. അപരിജ്ഞാത കാർപ്പണ്യൈഃ അജ്ഞാതപരുഷാക്ഷരൈഃ അവിജ്ഞാതമൃഷാലാപൈഃ പുരുഷർഷഭൈഃ പൂരിതം ശൗരേഹ പദം ദദർശ. ശൗരിയുടെ പദം അമ്പാടി കണ്ടു. എങ്ങനെയൊക്കെയുള്ള അമ്പാടിയാണ്? കഴിഞ്ഞ ദിവസം പറഞ്ഞു, പതാകകൾ, കൊടിതോരണങ്ങളൊക്കെ ധാരാളമായിട്ട് തൂക്കിയിട്ടുള്ള അലങ്കരിക്കപ്പെട്ടിട്ടുള്ളതായ ശൗരിയുടെ പദം. ഇതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മനുഷ്യരെ പറ്റിയിട്ട്, അവിടുത്തെ ഗോപന്മാരെ പറ്റിയിട്ട്, അവരൊക്കെ സാധാരണക്കാരാണ്, വളരെ പാവം പിടിച്ച മനുഷ്യരാണ്. അപ്പോൾ അവരുടെ സ്വഭാവമാണ് അപരിജ്ഞാത കാർപ്പണ്യം. അതായത് ഒരു കാർപ്പണ്യം എന്ന് പറഞ്ഞാൽ ഒരു ചീത്ത ബുദ്ധി ഇല്ലാത്തവർ, ആരോടും കുശുമ്പോ കുനുട്ടോ അല്ലെങ്കിൽ ദേഷ്യമോ പകയോ ഒന്നും കൊണ്ട് നടക്കാൻ വശമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള നല്ലവരായിട്ടുള്ള മനുഷ്യർ. അതാണ് അപരിജ്ഞാതം, അറിവില്ലാത്ത. കാർപ്പണ്യത്തെ പറ്റിയിട്ട് ഈ പറഞ്ഞ ദുഷ്ടുകൾ, ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്നതായ, മറ്റുള്ളവരോട് കൊണ്ടു നടക്കുന്നതായിട്ടുള്ള മഹാ ചീത്ത സ്വഭാവങ്ങൾ, ഈ പറഞ്ഞതായ സ്വാർത്ഥതകളോ അത്യാഗ്രഹങ്ങളോ അതൊന്നും എന്താണെന്ന് പോലും അറിയാത്തവരായിട്ടുള്ള മനുഷ്യരോട് കൂടിയത്. പിന്നെ എങ്ങനെയുള്ളതാണ്? അജ്ഞാത പരുഷാക്ഷരൈഹി. പരുഷം എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമായിട്ടുള്ള, കേട്ടാൽ വേദനിക്കുന്നതായിട്ടുള്ള വാക്കുകൾ, ആ വാക്കുകൾ പറയാൻ, അങ്ങനെയുള്ള വാക്കുകളൊന്നും പറയാൻ അറിയാത്തവർ. അതാണ് അജ്ഞാത പരുഷാക്ഷരൈഹി. പരുഷമായിട്ടുള്ള അക്ഷരങ്ങൾ പറയാൻ അറിയാത്തവർ. അതാണ് അജ്ഞാതമായ പരുഷാക്ഷരങ്ങളോട് കൂടിയവരായിട്ടുള്ള പുരുഷർഷഭന്മാർ. ആ പുരുഷർഷഭന്മാർക്കാണ് ഈ വിശേഷണങ്ങളൊക്കെ പോണത്. അജ്ഞാത പരുഷാക്ഷരൈഹി. അതുപോലെ, അതായത് വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ ദേഷ്യം ഉണ്ടെങ്കിൽ പോലും, ശത്രുക്കളാണെങ്കിൽ പോലും അവരോടൊന്നും ഒട്ടും ഈ കടുത്ത വാക്കുകൾ പറയാത്തവർ. അജ്ഞാത പരുഷാക്ഷരൈഹി. ഇനി അതുപോലെ തന്നെ അവിജ്ഞാത മൃഷാലാപൈഹി. മൃഷാലാപം എന്ന് പറഞ്ഞാൽ കളവ് പറയുക, നുണ പറയുക, പൊളി പറയുക, അതൊന്നും പറയാത്തവർ. നുണ എന്താണെന്ന് പറയാൻ അറിഞ്ഞിട്ട് വേണ്ടേ. അതാണ് അവിജ്ഞാത മൃഷാലാപൈഹി. മൃഷാലാപം എന്താണെന്ന് പോലും അറിയാത്തവരായ, നമ്മൾ മാവേലി നാട് വാണിടും കാലം എന്ന് പറയാറുണ്ടല്ലോ. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം എന്നൊക്കെ പറയുന്ന പോലെ കള്ളത്തരങ്ങൾ കേട്ടിട്ട് പോലുമില്ല, പൊളിവചനങ്ങളില്ല, അതുപോലെ മറ്റുള്ളവരെ ചീത്ത പറയാറില്ല എന്നൊക്കെ പറയണത് ഇവിടെ നമ്മൾ മലയാളത്തിൽ മാവേലി രാജ്യം ഭരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഗുണഗണങ്ങളാണെങ്കിൽ ഇവിടെ ഭഗവാന്റെ പ്രദേശത്തിൻ്റെ സവിശേഷതയായിട്ടാണ് സുകുമാരകവി വർണ്ണിക്കുന്നത്. ആർക്കും നുണ പറയാനും അറിയില്ല. അങ്ങനെയുള്ളതായ പുരുഷർഷഭൈഹി. പുരുഷ ഋഷഭങ്ങൾ എന്ന് പറഞ്ഞാൽ, ഋഷഭം എന്ന് പറഞ്ഞ വാക്ക് ശ്രേഷ്ഠവാചിയാണ്. അതായത് പുങ്കവൻ, ഋഷഭൻ എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ കേമന്മാരായിട്ടുള്ള ആൾക്കാർ. അങ്ങനെയുള്ള മനുഷ്യരോട് കൂടിയ, പുരുഷപദത്തിന് മനുഷ്യരെന്നർത്ഥം എടുക്കാം. അങ്ങനെയുള്ള നുണ പറയാനൊന്നും, കളവ് പറയാനോ വേണ്ടാത്തത് ചെയ്യാനോ ഒന്നും അറിയാത്തവരായ
സജ്ജനങ്ങളാൽ നിറഞ്ഞതായിരുന്നു. പുരുഷർഷഭൈഹി പൂരിതം. അങ്ങനെയൊക്കെയുള്ളതായ അമ്പാടി ആ അക്രൂരൻ കണ്ടു എന്നർത്ഥം. അതാണ് ശൗരേപദം ദദർശ എന്ന് കൂട്ടിച്ചേർത്ത് പറയണം. അധ്യാഹരിക്കുക എന്ന് പറയും. മുമ്പുള്ള ശ്ലോകത്തിൽ നിന്ന് കൂട്ടിച്ചേർത്ത് പറയാം. നമുക്ക് 40ാമത്തെ ശ്ലോകം നോക്കാം. പ്രചുരോത്സവ സംക്ഷോഭം പ്രീണിതാതിഥിമണ്ഡലം സ്തൂയമാനജനൗദാര്യം സൂതമാഗധബന്ദിഭി. ആദ്യം പദച്ഛേദം പറയാം. ഒക്കെ സമസ്ത പദങ്ങളായിട്ടാണ് നിൽക്കുന്നത്. പ്രചുരോത്സവ സംക്ഷോഭം പ്രീണിതാതിഥിമണ്ഡലം സ്തൂയമാന ജനൗദാര്യം സൂതമാഗധ ബന്ദിഭി. ഒക്കെ സമസ്ത പദങ്ങളാണ്. പദച്ഛേദം ചെയ്യാനൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ഉള്ളതായ സൂതമാഗധ ബന്ദിഭി, അങ്ങനെയൊക്കെ അവരോട് കൂടിയതായ സൂതന്മാരെ, പാട്ട് പാടുന്നവർ, അതാണ് മാഗധന്മാരെ. സൂതന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഒരു രാജ്യത്ത് ആ രാജാവിനെ പറ്റിയിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടി സന്തോഷിപ്പിച്ച് നടക്കുക. രാജാവിനെ സന്തോഷിപ്പിച്ച് നടക്കുന്നവരുടെ കൂട്ടങ്ങളെ പൊതുവെ പറയണ പേരാണ് സൂതന്മാർ, ബന്ദികൾ, അല്ലെങ്കിൽ വന്ദികൾ, വന്ദിച്ച് നടക്കുക. അങ്ങനെയുള്ളവരെ വന്ദികൾ അല്ലെങ്കിൽ ബന്ദികളെന്നും പറയാറുണ്ട്. അതുപോലെ മാഗധന്മാർ, ഇവരൊക്കെ ഇങ്ങനെ പാട്ടുകൾ പാടി കീർത്തനങ്ങൾ പാടിയൊക്കെ നടക്കുന്നവരാണ്. അവരോടൊക്കെ ചേർന്നിട്ടുള്ളതായ ശൗരേപദം ദദർശ. എങ്ങനെയൊക്കെയുള്ളവരാണ് എന്നാണെങ്കിൽ അന്വയം ഇങ്ങനെ തന്നെയാണ് വരണത്. വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് ഏവമേവ അന്വയ, ഇങ്ങനെ തന്നെയാണ് അന്വയം. അതായത് പ്രചുരോത്സവ സംക്ഷോഭം പ്രീണിതാതിഥിമണ്ഡലം സ്തൂയമാനജനൗദാര്യം സൂതമാഗധ ബന്ദിഭി ശൗരേപദം ദദർശ. എന്താണ് പ്രചുരോത്സവ സംക്ഷോഭം എന്ന് പറഞ്ഞാൽ? പ്രചുരാഹ ബഹവ സംക്ഷോഭം, ഉത്സവ സംക്ഷോഭം. ധാരാളം ഉത്സവങ്ങൾ, ധാരാളം ആഘോഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ രാജ്യത്ത്. പലതരത്തിലുള്ള സന്തോഷത്തിനുള്ള വകകൾ, അതാണ് പ്രചുര ഉത്സവ സംക്ഷോഭങ്ങൾ. കോലാഹലങ്ങൾ എന്നൊക്കെ പറയും. മലയാളത്തിൽ കോലാഹലം എന്ന് പറഞ്ഞാൽ വലിയ എന്തൊക്കെയോ ബഹളങ്ങൾ, അടിപിടികൾ എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ കോലാഹലത്തിന് അങ്ങനെയൊന്നും അർത്ഥമില്ല. ഉത്സവത്തിൻ്റെ ഒരു ലഹള എന്ന് പറഞ്ഞാൽ ഒരു ചീത്ത അർത്ഥമൊന്നുമല്ല. എല്ലാവരും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള ചില ബഹളങ്ങൾ, ലഹളകൾ, അത്രയേ ഉള്ളൂ. അതിന് വേണ്ടാത്ത ചീത്ത അർത്ഥങ്ങളൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ളതും ഇങ്ങനെയുള്ള ബഹളങ്ങളോടെ, നല്ല ഉത്സവങ്ങൾ ആഘോഷങ്ങളോടൊക്കെ കൂടിയതും. അതുപോലെ പ്രീണിത അതിഥിമണ്ഡലം, ഈ പറഞ്ഞ ഉത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ധാരാളം അതിഥികൾ, അതായത് പ്രത്യേകിച്ച് ക്ഷണമൊന്നുമില്ലെങ്കിലും അവിടേക്ക് ധാരാളം ആൾക്കാർ ചെല്ലാറുണ്ട്. ആ അതിഥികളെ മുഴുവനും സന്തോഷിപ്പിക്കുന്നവരായിട്ടുള്ള അങ്ങനെയുള്ള ഒരു ജനങ്ങൾ അല്ലെങ്കിൽ മണ്ഡലം, ഒരു കൂട്ടം ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമായിരുന്നു അമ്പാടി. അതാണ് പ്രീണിത അതിഥി മണ്ഡലം. അവർക്ക് പ്രത്യേകിച്ച് വലിയ വലിയ ഉത്സവങ്ങളൊന്നും വേണ്ട. ഒരു പിറന്നാളോ അതല്ലെങ്കിൽ കുട്ടികൾ വലുതാവലോ കല്യാണം കഴിക്കലോ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഉത്സവം ആഘോഷിക്കുന്നവരാണ് വ്രജത്തിലെ ജനങ്ങൾ. അപ്പോൾ അതിനായിട്ട് പങ്കുകൊള്ളാൻ വരുന്നവരെയൊക്കെ സന്തോഷിപ്പിച്ച് നടക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർ, അതാണ് പ്രീണിത അതിഥി മണ്ഡലം. അതിഥികൾക്കൊക്കെ നല്ലവണ്ണം സന്തോഷമുണ്ടാക്കി കൊടുക്കുന്ന അങ്ങനെയുള്ള ജനങ്ങളോട് കൂടിയതും. മാത്രമല്ല സ്തൂയമാന ജനൗദാര്യം, സ്തൂയമാനം എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെട്ട ജനങ്ങളുടെ ഔദാര്യം. അതായത് സൂതമാഗധ ബന്ദിഭി, സൂതന്മാരാലും മാഗധന്മാരാലും ബന്ദികളാലും സ്തൂയമാനം സ്തുതിക്കപ്പെടുന്നതായ ജനങ്ങളുടെ ഔദാര്യത്തോടു കൂടിയ ഔദാര്യം, ജനങ്ങളുടെ ഔദാര്യം ഈ സൂതന്മാരും മാഗധന്മാരും ഒക്കെ സ്തുതിച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെയൊക്കെ ഉള്ളതായ സജ്ജനങ്ങൾ മാത്രം തിങ്ങി താമസിക്കുന്നതായ, അതൊരു നാട്ടിൻപുറമെന്നോ കാട്ടുപ്രദേശമെന്നൊക്കെ പറയാം. അതുകൊണ്ട് തന്നെ നഗരത്തിൻ്റെ ചില കളവുകൾ, അവരുടെ വ്യാജമുഖങ്ങളൊന്നും നാട്ടിൻപുറത്തുകാർക്ക് അല്ലെങ്കിൽ കാട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഇല്ല. അവർക്കെപ്പോഴും ഋജുബുദ്ധിയാണ്, നേരെ പോ എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർ വളരെ ഉദാരചിത്തന്മാരാണ്, ഉദാരമനസ്കരാണ്. മറ്റുള്ളവരെയൊക്കെ വേണ്ടതുപോലെ അംഗീകരിക്കാനും അല്ലെങ്കിൽ അവരെ ആദരിക്കാനും അവർക്ക് വേണ്ടതെല്ലാം നൽകാനും ഒക്കെ കഴിവുള്ള ആൾക്കാരാണ് ഈ പറഞ്ഞ ഗോപന്മാർ മുഴുവനും തന്നെ. അപ്പോൾ അവരുടെ ഗുണഗണങ്ങളെ സൂതന്മാരും മാഗധന്മാരും ബന്ദികളും ഒക്കെ ഇങ്ങനെ വർണ്ണിച്ചു കൊണ്ട് നടക്കുകയാണ്. അങ്ങനെയൊക്കെ ഉള്ളതായ ശൗരിയുടെ പ്രദേശത്തെ അക്രൂരൻ കണ്ടു എന്നർത്ഥം. ഇനി ഇവിടുത്തെ പുരുഷന്മാരെ പറ്റിയിട്ടൊക്കെ പറഞ്ഞുള്ളൂ, സ്ത്രീകളെ പറ്റിയിട്ടാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 41ാമത്തെ ശ്ലോകം കൂടി നോക്കൂ. ലളിതയക്ഷണസഞ്ചാരൈ സുഭ്രൂഭിഃ പാടലാധരൈ
മുഖൈർഗോപപുരന്ധ്രീണാം പരിഭൂതേന്ദുമണ്ഡലം. ആദ്യം പദച്ഛേദം പറയാം. ലളിതേക്ഷണ സഞ്ചാരൈഃ സുഭ്രൂഭിഃ പാടലാധരൈഃ മുഖൈഃ ഗോപപുരന്ധ്രീണാം പരിഭൂതേന്ദുമണ്ഡലം ശൗരേഃ പദം ദദർശ അക്രൂര ദദർശ. ഇനിയും എങ്ങനെയൊക്കെയുള്ള ശൗരിയുടെ പദമാണ്, അമ്പാടിയാണ് അക്രൂരൻ കണ്ടത് എന്നാണെങ്കിൽ, ഗോപപുരന്ധ്രീണാം, ഗോപപുരന്ധ്രിമാരെന്ന് പറഞ്ഞാൽ ഗോപസ്ത്രീകൾ, പുരന്ധ്രികളെ എന്ന് പറഞ്ഞാൽ അവിടെ വസിക്കുന്നവരായിട്ടുള്ള സ്ത്രീകളെയാണ് പറയണത്. ഗോപപുരന്ധ്രികൾ, ഗോപസ്ത്രീകൾ. ഗോപസ്ത്രീകളുടെ മുഖത്തെ പറ്റിയിട്ടാണ് വർണ്ണിക്കുന്നത്. മുഖത്ത് എന്തൊക്കെയാണുള്ളത്? ലളിതേക്ഷണ സഞ്ചാരൈഃ സുഭ്രൂഭി പാടലാധരൈഃ മുഖൈഃ പരിഭൂതേന്ദുമണ്ഡലം ശൗരേഃ പദം. അപ്പോൾ ഈ ഗോപസ്ത്രീകളുടെ മുഖത്തിൻ്റെ വർണ്ണനയാണ് ലളിത ഈക്ഷണ സഞ്ചാരൈഃ. ലളിതമായിട്ടുള്ള ഈക്ഷണങ്ങളുടെ സഞ്ചാരം. ലളിതം എന്നുള്ളതിന് ഹൃദ്യമായിട്ടുള്ള, സുന്ദരമായിട്ടുള്ള. ഈക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നോട്ടം, കണ്ണുകൾ എന്നൊക്കെ അർത്ഥമുണ്ട്. ആ നോട്ടങ്ങളുടെയും കണ്ണുകളുടെയും ഒക്കെ സഞ്ചാരത്തോടു കൂടിയത്. നോട്ടങ്ങൾക്കും സഞ്ചരിക്കാൻ പറ്റില്ല, കണ്ണുകൾക്കും സഞ്ചരിക്കാൻ പറ്റില്ല, ആകെ കൃഷ്ണമണിക്കേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൃഷ്ണമണിയുടെ സഞ്ചാരം കൊണ്ട് നോട്ടങ്ങളൊക്കെ സുന്ദരമായിരിക്കുന്നു. സുന്ദരിമാരുടെ നോട്ടങ്ങൾ അതിസുന്ദരമാണ്. ഈ കണ്ണിൻ്റെ ചലനം കൊണ്ട്, അല്ലെങ്കിൽ കൃഷ്ണമണിയുടെ ചലനം കൊണ്ട് ഓരോ തരത്തിലുള്ള നോട്ടങ്ങൾ, ഓരോ അർത്ഥങ്ങളെയാണ് വ്യഞ്ജിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള നോട്ടങ്ങളോട് കൂടിയതായ മുഖങ്ങൾ, ഗോപസ്ത്രീകളുടെ മുഖം. അതുപോലെ തന്നെ സുഭ്രൂഭി, സുഭ്രൂ എന്ന് പറഞ്ഞാൽ സുന്ദരമായിട്ടുള്ള ഭ്രൂ, ഭ്രൂ എന്ന് പറഞ്ഞാൽ പുരികം. നല്ല വരച്ചു വെച്ച ചിത്രങ്ങളിലൊക്കെ വരഞ്ഞു കാണുന്നതായിട്ടുള്ള പുരികങ്ങളോട് കൂടിയവരായിട്ടുള്ള, നല്ല കട്ടിയുള്ള, തിളങ്ങുന്ന, ഭംഗിയുള്ള പുരികങ്ങളോട് കൂടിയിട്ടുള്ള അങ്ങനെയുള്ള ഗോപസ്ത്രീകൾ. അതുപോലെ തന്നെ പാടല അധരൈഹി, പാടലം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചുവപ്പ് നിറമാണ്. സന്ധ്യാസമയത്തൊക്കെ കാണുന്നതായിട്ടുള്ളൊരു ചുവപ്പ് നിറത്തിനെയാണ് പാടലവർണ്ണം എന്ന് പറയാം. വെളുപ്പും ചുവപ്പും ചേർന്നത്. വെളുപ്പും ചുവപ്പും ചേരുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന നിറമാണ് ഓറഞ്ച് നിറം. ആ ഒരു നിറത്തോടു കൂടിയ പാടലാധരങ്ങളെ നമുക്ക് വേണമെങ്കിൽ ചെഞ്ചുണ്ട് എന്ന് വിളിക്കാം. ചെം എന്നുള്ളത് ചെമന്ന, ചുവന്ന ചുണ്ട് എന്നർത്ഥം. നല്ല തിളങ്ങുന്നതായ, കാന്തിയുള്ളതായ ചുണ്ടുകളും ചുണ്ടുകളോടൊക്കെ കൂടിയിട്ട് പാടല അധരൈഹി മുഖൈഹി, അങ്ങനെയുള്ള മുഖങ്ങളോടുകൂടിയ ഗോപപുരന്ധ്രിമാർ, ഗോപസ്ത്രീകൾ. ആ മുഖങ്ങളാൽ പരിഭൂതേന്ദുമണ്ഡലം, തോൽപ്പിക്കപ്പെട്ട ഇന്ദുമണ്ഡലത്തോടു കൂടിയതായ അങ്ങനെയുള്ള ശൗരിയുടെ പദം അമ്പാടിയെ അക്രൂരൻ കണ്ടു. അപ്പോൾ പരിഭൂതേന്ദുമണ്ഡലം എന്ന് പറയുന്നത് കൊണ്ട് ഇന്ദുവിൻ്റെ മണ്ഡലം, അതായത് ചന്ദ്രമണ്ഡലം എന്തുകൊണ്ടാണ് തോറ്റുപോയത്? ചന്ദ്രൻ്റെ മുഖത്ത് കളങ്കമൊക്കെ ഉണ്ട്, കറുത്ത പാടൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പാടും ഗോപസ്ത്രീകളുടെ മുഖത്തില്ല. എല്ലാം നല്ല തെളിഞ്ഞാൽ നിൽക്കുന്നത്. സുന്ദരമായിട്ടുള്ള കണ്ണുകൾ, നല്ല തെളിഞ്ഞ നോട്ടം, അതുപോലെ തന്നെ നല്ല തിളങ്ങുന്ന പുരികക്കൊടികൾ, അതോടൊപ്പം ചുണ്ടിൻ്റെ ഒരു ചുവപ്പ് നിറം, എല്ലാം കൂടി ആകുമ്പോൾ മുഖത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ സൗന്ദര്യത്തെ തോൽപ്പിക്കുന്നതായിരുന്നു. അങ്ങനെയുള്ളതായ അത്ര സുന്ദരിമാരായിട്ടുള്ള സ്ത്രീകളോട് കൂടിയതായ ശ്രീകൃഷ്ണൻ്റെ വാസസ്ഥാനത്തെ, അല്ലെങ്കിൽ അമ്പാടിയെ അക്രൂരൻ കണ്ടു എന്നാണ് കവിയുടെ വർണ്ണിക്കുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. അപരിജ്ഞാതകർപ്പണ്യൈരജ്ഞാതപരുഷാക്ഷരൈഃ അവിജ്ഞാതമൃഷാലാപൈഃ പൂരിതം പുരുഷർഷഭൈഃ പ്രചുരോത്സവസംക്ഷോഭം പ്രീണിതാതിഥിമണ്ഡലം സ്തൂയമാനജനൗദാര്യം സൂതമാഗധബന്ദിഭിः ലളിതേക്ഷണസഞ്ചാരൈः സുഭ്രൂഭിः പാടലാധരൈः മുഖൈർഗോപപുരന്ധ്രീണാം പരിഭൂതേന്ദുമണ്ഡലം. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.